പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടെ തന്നെ കരി പിടിച്ച അവന്റെ മനസ്സ് തെളിഞ്ഞു തുടങ്ങിയിരുന്നു. വിക്രമിന്റെ ഉള്ളിൽ വേദയോടുള്ള സ്നേഹം നാമ്പിട്ട് തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അവരുടെ ഈ സ്നേഹം കണ്ടു നിൽക്കാൻ കഴിയാത്ത ചില കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. വിക്രമിന്റെയും വേദയുടെയും ജീവിതം തകർക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന യമ്മലിനെ വാസവനും, വിക്രം ദൈവത്തെ പോലെ കാണുന്ന ശ്രീകാര്യം ശ്രീനിവാസനും, വരുണും ദീപ്തിയും തമ്മിലുള്ള പ്രണയം തകർക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. വരുൺ MLA വാസവന്റെ മകനും ദീപ്തി വേദയുടെ അനിയത്തിയുമാണ്. ഇരുവരും തമ്മിലുള്ള അടുപ്പം വിക്രമും വേദയും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വാസവൻ തെറ്റിദ്ധരിച്ചിരുന്നു. ഒരു ദിവസം വിക്രമും വേദയും ദീപ്തിയും വരുണും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വാസവൻ കാണാനിടയായത്. ദേഷ്യം കൊണ്ട് വിറച്ച വാസവൻ ആ ദൃശ്യങ്ങൾ തൻ്റെ ഫോണിൽ പകർത്തി. അത് വെറും ഒരു ചിത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനയായിരുന്നു. ആ ചിത്രവുമായി വാസവൻ നേരെ പോയത് ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്കാണ്. ശ്രീനിവാസനെ കണ്ട് വാസവൻ ആ ചിത്രം കാണിച്ചു കൊടുത്തു. അത് കണ്ടതും ശ്രീനിവാസന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സ്വന്തം അനിയത്തിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ചേച്ചി, അവളും വീട്ടുകാരെ ധിക്കരിച്ചാലേ ആ റൗഡിയുടെ കൂടെ ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടായിരിക്കും അനിയത്തിയും അങ്ങനെ പോണേന്ന് ചിന്തിക്കുന്നത്. ശ്രീനിവാസൻ പുച്ഛത്തോടെ പറഞ്ഞു. വേദ വീണ്ടും കുടുംബത്തെയും നാട്ടുകാരെ എല്ലാവരെയും നാണം കെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അയാൾ ആരോപിച്ചു. എന്നാൽ വാസവൻ തിരുത്തി. താൻ കരുതുന്നത് പോലെ തന്നെ പഴയ വിക്രമല്ല ഇപ്പോൾ അവൻ. വേദ അവനെ അടിമുടി അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. വിക്രമിനെ നല്ലൊരു മനുഷ്യരാക്കാൻ വേണ്ടി വേദ ശ്രമിക്കുന്നുണ്ട് എന്നും അത് വിജയിക്കുന്നുണ്ട് എന്നും വാസവൻ പറഞ്ഞു. ഇത് കേട്ട ശ്രീനിവാസന് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. വിക്രമിന് ഒരിക്കലും സമാധാനം ലഭിക്കരുത് എന്നും അവൻ പഴയപടി തൻ്റെ കളിപ്പാവയായി കൂടെ നിൽക്കണമെന്നും ശ്രീനിവാസൻ സാർ ആഗ്രഹിച്ചു. എൻ്റെ അനിയത്തി ഇരിക്കെ വേണോ അവൾക്ക് ഈ സ്നേഹം? അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ശ്രീനിവാസൻ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ നേരിട്ട് വിക്രമിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായാവസ്ഥ അയാൾക്കുണ്ടായിരുന്നു. അത് വാസവനും ശ്രദ്ധിച്ചു. ശ്രീനിവാസന്റെ ഈ ഭയത്തിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് വാസവൻ ഊഹിച്ചിരുന്നു. വിക്രമും വേദയും തമ്മിലുള്ള അടുപ്പം കൂടുന്നത് ശ്രീനിവാസൻ സാറിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇരുവരും ബൈക്കിൽ യാത്ര ചെയ്യുന്നതും വേദയുടെ നിഴലായി വിക്രം മാറുന്നതും അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ അവസരത്തിലാണ് വാസവൻ വീണ്ടും ശ്രീനിവാസനെ കാണാൻ വരുന്നത്. താനെന്താടോ എന്നെ കാണാൻ വന്നത്? ഭീഷണിപ്പെടുത്താനാണോ? ശ്രീനിവാസൻ ചോദിച്ചു. നമുക്കിരുന്ന് സംസാരിക്കാം, തനിക്കും അതും ഗുണം ചെയ്യുന്ന കാര്യമാണ്, വാസവൻ ശാന്തനായി പറഞ്ഞു. വാസവൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. വേദ കോടതിയിൽ വെച്ച് ശ്രീനിവാസനെതിരെ നൽകിയ കേസിനെക്കുറിച്ചായിരുന്നു അത്. വിക്രമിനെ ഉപയോഗിച്ച് ശ്രീനിവാസൻ നടത്തിയ പല ഗുണ്ടാ പ്രവർത്തനങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേദ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കോടതിയിൽ തൻ്റെ പേരിലുള്ള കുറ്റങ്ങളും തെളിവുകളും ഹാജരാക്കിയാൽ അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമായിരിക്കും. വിക്രമടക്കം ജനങ്ങളെല്ലാം നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണും. വിക്രമിനെ കൂടെ നിർത്തി താൻ ചതിക്കുകയാണെന്ന സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സ്വപ്നങ്ങളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. വാസവൻ മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ട ശ്രീനിവാസൻ സാർ ഒന്ന് പതറി. വാസവൻ പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ വാസവൻ ഒരു വഴി നിർദ്ദേശിച്ചു. എനിക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം ചെയ്യണം. വരുണും ദീപ്തിയും തമ്മിലുള്ള ബന്ധമങ്ങ് അവസാനിപ്പിക്കണം. അതിൽ വിക്രം ഇടപെടണം. അവൻ പറഞ്ഞാൽ വരുൺ അനുസരിക്കും. വിക്രമിനെ ദൈവത്തെ പോലെയാണ് വരുൺ ഇപ്പോൾ കാണുന്നത്. ശ്രീനിവാസൻ സാർ ഒന്ന് ആലോചിച്ചു. വിക്രമിനോട് എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുമെന്ന അഹങ്കാരം അയാൾക്കുണ്ടായിരുന്നു. ഞാൻ പറയാം, വിക്രം അതനുസരിക്കും. അയാൾ MLA വാസവന് വാക്ക് നൽകി. വാസവൻ സംതൃപ്തിയോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ ഇതേ സമയം വിക്രമിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. വിക്രമും വേദയും അച്ഛൻ സുധാകരനും അമ്മ കമലമ്മയും അനിയത്തിയും എല്ലാവരും ചേർന്ന് അമ്പലത്തിൽ പോവാൻ ഒരുങ്ങുന്നു. വേദ വിക്രമിനായി കരുതിയിരിക്കുന്നത് ഒരു ചാരനിറത്തിലുള്ള ഷർട്ടായിരുന്നു. അവൾ അത് സ്നേഹത്തോടെ അവന് നൽകി. ഇതെന്താ, ഞാനും നീയും ഒരേ കളർ ഡ്രസ്സോ? വിക്രം ചിരിയോടെ ചോദിച്ചു. വേദ അതേ നിറത്തിലുള്ള സാരിയായിരുന്നു ധരിച്ചിരുന്നത്. അതെ, എല്ലാവരും ഒന്ന് കാണട്ടെ, നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്ന ആദ്യത്തെ യാത്രയാണിത്. അതിന് ഒട്ടും കുറക്കണ്ടെന്ന് വിചാരിച്ചു, വേദ പറഞ്ഞു. വിക്രമിനെ വേദ മാറ്റിയെടുത്തുവെന്ന് ആരും വിചാരിക്കേണ്ട എന്നും അത് തൻ്റെ അനുസരണക്കേടാണെന്നും വിക്രം തമാശ രൂപേണ പറഞ്ഞു. ഇരുവരും ഒരുങ്ങി താഴേക്ക് വന്നപ്പോൾ അത് കണ്ടു നിന്നവരുടെ കണ്ണിൽ പല ഭാവങ്ങൾ അങ്ങനെ മിന്നിമറഞ്ഞു. സുധാകരൻ മാഷും കമലമ്മയും സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ നന്ദിനിയുടെ കണ്ണുകളിൽ അസൂയ നിറഞ്ഞിരുന്നു. വിക്രമിൻ്റെയും വേദയുടെയും പൊരുത്തം കണ്ട് അച്ചമ്മ മനസ്സിൽ സന്തോഷിച്ചു. ഈ യാത്ര അവരുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കമാവട്ടെ എന്ന് അച്ചമ്മ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായിരുന്നു. തൊഴുത് പ്രസാദം വാങ്ങി എല്ലാവരും നെറ്റിയിൽ ചാർത്തി. അപ്പോഴാണ് അപ്പുമോൾ ഒരു സംശയം ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്താ നെറ്റിയിൽ സിന്ദൂരം ചാർത്താത്തത്? ഇത് കേട്ട് വിക്രം വേദയെ നോക്കി. അച്ചമ്മയും അത് ശരിവെച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും വേദമോളുടെ നെറ്റിയിൽ സിന്ദൂരം ഞാൻ കണ്ടിട്ടില്ല. താലി പോലെ പവിത്രമാണ് സിന്ദൂരവും. അത് ഭർത്താവിൻ്റെ ആയുസ് കൂട്ടും. ഇന്നു മുതൽ ആ നെറ്റിയിൽ സിന്ദൂരം വേണം.
അച്ചമ്മയുടെ വാക്കുകൾ വിക്രമിൻ്റെ മനസ്സിൽ തട്ടി. അവൻ കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിലെ സിന്ദൂരം വിരലിലെടുത്തു. എല്ലാവരെയും സാക്ഷിയാകെ തന്നെ വിക്രം വേദയുടെ നെറ്റിൽ ആ സിന്ദൂരം ചാർത്തി. വേദ അത്ഭുതത്തോടെ അതിലേറെ സന്തോഷത്തോടെയും വിക്രമിനെ നോക്കി നിന്നു. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ആ നിമിഷം അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. കണ്ടു നിന്നവർക്കെല്ലാം തന്നെ അത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു, നന്ദിനിക്കൊഴികെ. പിന്നെ അമ്പലത്തിൽ നിന്നും മടങ്ങുന്ന വഴി വിക്രമിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസൻ സാറിൻ്റെ കോള് വന്നു. നീ ഇപ്പം എവിടെയുണ്ട് വിക്രം? എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് വന്ന് കാണണം, ശ്രീനിവാസൻ ആജ്ഞാപിച്ചു. എന്നാൽ പഴയ വിക്രമായിരുന്നില്ല മറുപടി പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല സർ, അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ഇപ്പോൾ വന്നാൽ അത് ശരിയാവില്ല, ഞാൻ നാളെ വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ശ്രീനിവാസൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി. തൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന വിക്രം ആദ്യമായി തന്നെ ധിക്കരിച്ചിരിക്കുന്നു. ഫോൺ കട്ട് ചെയ്യാൻ പോലും അവൻ ധൈര്യം കാണിച്ചു. വേദ വിക്രമിനെ അടിമുടി മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കൈവിട്ടു പോകുന്ന അധികാരത്തെക്കുറിച്ചുള്ള ഭയം അയാളിൽ നിറഞ്ഞു നിന്നു. പിറ്റേന്ന് വിക്രം ശ്രീനിവാസനെ കാണാൻ വേണ്ടി ചെന്നു. ക്ഷമിക്കണം സർ, ഇന്നലെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, വിക്രം പറഞ്ഞു. ശ്രീനിവാസൻ ഗൗരവത്തോടെ വിഷയത്തിലേക്ക് കടന്നു. നിന്റെ ഭാര്യയുടെ അനിയത്തി ദീപ്തിയും വാസവന്റെ മകൻ വരുണും തമ്മിലുള്ള ബന്ധം നല്ലതല്ല. നീ അത് അവസാനിപ്പിക്കണം. വരുണിനോട് നീ തന്നെ അത് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കണം. അന്നേരം വിക്രമിൻ്റെ മറുപടി ശ്രീനിവാസനെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ് സർ, അവരുടെ ഇഷ്ടത്തിന് വിടുന്നതല്ലേ നല്ലത്. വാസവൻ എന്താണെന്നോ വരുണിൻ്റെ സ്വഭാവം എന്താണെന്നോ നമുക്കറിയാം. നമ്മളായിട്ട് എന്തിനാ അതിലൊരു തടസ്സം നിൽക്കുന്നത്? അവർക്കൊരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതങ്ങ് നടക്കട്ടെ. അന്നേരം ശ്രീനിവാസൻ ദേഷ്യമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ വിക്രമിനോട് പറഞ്ഞു. എടോ, ആ ബന്ധം നടന്നു കഴിഞ്ഞാൽ അതെന്നെ ബാധിക്കും, അതുമാത്രം താൻ ചിന്തിച്ചാൽ മതി. പക്ഷേ വിക്രം ഉറച്ച നിലപാടിലായിരുന്നു. എനിക്ക് അതിന് പറ്റില്ല സർ, സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ അകറ്റാനൊന്നും ഒരിക്കലും പാടില്ല. ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും സാറിൻ്റെ കൂടെ ഞാനുണ്ട്. പക്ഷേ ആ പയ്യൻ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഞാനായിട്ട് അതൊരിക്കലും നശിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വിക്രമിൻ്റെ മറുപടി കേട്ട് ശ്രീനിവാസൻ തരിച്ചു നിന്നുപോയി. വിക്രം തൻ്റെ കൈപ്പിടിയിൽ നിന്നും പൂർണ്ണമായും വഴുതിപ്പോയിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വിക്രമിനോടുള്ള പക ശ്രീനിവാസന്റെ കണ്ണുകളെ അന്ധമാക്കി. വിക്രം അനുസരിക്കാത്തതിനാൽ മറ്റൊരു വഴിയിലൂടെ കാര്യം നേടാൻ അയാൾ തീരുമാനിച്ചു. വരുണിനെ ആക്രമിക്കുക, എന്നിട്ട് ആ കുറ്റം വിക്രമിൻ്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെക്കുക. അങ്ങനെ വിക്രമിനെ വാസവന്റെ ശത്രുവാക്കുക. ഒപ്പം വിക്രമിൻ്റെയും വേദയുടെയും സമാധാനം കെടുത്തുക. ശ്രീനിവാസൻ അങ്ങനെ ഗുണ്ടകളെ ഏർപ്പാടാക്കി. അവൻ വരുണിനെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു. ഗുരുതരാവസ്ഥയിലായ വരുൺ ആശുപത്രിയിലായി. വിവരമറിഞ്ഞ വാസവൻ ശ്രീനിവാസനെ വിളിച്ചു. വരുണിനെ തല്ലിച്ചതച്ച് വിക്രമാണ്. ദീപ്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞത്. പക്ഷേ അവനൊരു കയ്യബദ്ധം പറ്റിപ്പോയി. വാസവൻ അതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. തൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കിയ വിക്രമിനോട് തീർത്താൽ തീരാത്ത പക വാസവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ആശുപത്രിയിൽ വരുണിനെ കാണാൻ ഓടിയെത്തിയ ദീപ്തിയെ വാസവൻ അവിടെ നിന്നും ആട്ടിയോടിച്ചു. എൻ്റെ മകനെ ഈ കോലത്തിലാക്കിയത് നിന്റെ ചേച്ചിയുടെ ഭർത്താവായ ആ വിക്രമാണ്. ഇനി നീ ഇവനെ കാണാൻ പാടില്ല, വാസവൻ അലറിക്കൊണ്ട് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വിവരം അറിഞ്ഞ വേദ ആകെ ഞെട്ടി. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതിന് പിന്നിൽ മറ്റൊരാളാണ്. വേദ ദീപ്തിയെ ആശ്വസിപ്പിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് വിക്രം നേരിട്ട് ശ്രീനിവാസൻ സാറിനെ കണ്ട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് കിതച്ചു. എന്നാൽ അവിടെ എത്തിയ വിക്രം കേട്ടത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. വീടിനുള്ളിൽ ശ്രീനിവാസൻ തൻ്റെ ഭാര്യ സുധയോട് വീരവാദം പറയുകയായിരുന്നു. ആ വരുണിനെ തല്ലിച്ചതച്ചത് ഞാൻ ഏർപ്പാട് ചെയ്ത ആളുകളാണ്. ഈ കുറ്റം ഞാൻ ആ വിക്രമിൻ്റെ തലയിലംഗം കെട്ടിവെക്കാൻ പോവാണ്. വാസവനോട് ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇനി വിക്രമും വേദയും എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. വീണ്ടും വിക്രം പഴയതുപോലെ ഒരു പട്ടിയെ പോലെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. പുറത്തുനിന്ന് ഇതെല്ലാം തന്നെ കേട്ട വിക്രമിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. താൻ ദൈവത്തെ പോലെ കണ്ട, സ്വന്തം ചേട്ടനെ പോലെ വിശ്വസിച്ച മനുഷ്യൻ തന്നെ ഇത്ര കാലം വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം അവനെ ഉലച്ചു കളഞ്ഞു. തന്നെ വെറും ഒരു കറിവേപ്പിലെ പോലെ അയാൾ ഉപയോഗിക്കുകയായിരുന്നു. വിക്രം ഉള്ളിലേക്ക് അങ്ങ് കയറി ചെന്നു. അവനെ കണ്ട് ശ്രീനിവാസൻ ഞെട്ടിത്തരിച്ചു. സാറേ! വിക്രമിൻ്റെ ശബ്ദമിടറി. പക്ഷേ അതിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. താൻ എന്ന് വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്ന് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? കൂടെ കൂട്ടി സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുത്ത് എന്നെ വെറും കറിവേപ്പിലയായി ഉപയോഗിക്കുമായിരുന്നു അല്ലേ നിങ്ങൾ? ശ്രീനിവാസന് മറുപടി പറയാനാവാതെ നിന്നു. വിക്രമിൻ്റെ കണ്ണുകളിൽ കണ്ടത് പഴയ ഭാവമായിരുന്നില്ല. അത് ചതിക്കപ്പെട്ടവൻ്റെ രോഷമായിരുന്നു. തന്നെ ഞാൻ ഇനി വെറുതെ വിടില്ലടോ. തനിക്കെതിരെ വേദയുടെ കൂടെ ഇനി ഞാനും ഉണ്ടാവും. ഈ വിക്രമിനെ താൻ ഓർത്തോ? അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ നടപ്പിൽ ഒരു പുതിയ ഉറപ്പുണ്ടായിരുന്നു. ഇത്രയും നാൾ അന്ധമായ വിശ്വാസത്തിൽ ജീവിച്ച വിക്രം അവിടെ അവസാനിച്ചു.
വേദയുടെ സ്നേഹവും ഇപ്പോൾ ലഭിച്ച ഈ തിരിച്ചറിവും അവനെ പുതിയൊരു പോരാളിയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. ശ്രീനിവാസനെതിരെ, അനീതിക്കെതിരെ പോരാടാൻ വേദയ്ക്ക് കരുത്തായി ഇനി വിക്രമും ഒപ്പമുണ്ടാവും. സത്യമെല്ലാം മനസ്സിലാക്കിയ വിക്രം ആദ്യം തന്നെ വേദയോടൊപ്പം കൂടിച്ചേർന്ന് കൊടുത്തിട്ട് ശ്രീനിവാസന്റെ ആ ഒരു കറുത്ത മുഖത്തെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകൾ കണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.